എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ റിസോർട്ടുകളിലും വില്ലകളിലും ടെൻറ്റിലൊക്കെ താമസിച്ച് മടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. ഊട്ടിയിലൊരു കിട്ടുക്കാച്ചി സ്ഥലത്തേക്ക് നമ്മൾ പോകണം. കിട്ടുക്കാച്ചി സ്ഥലം പറഞ്ഞാൽ പൊളി വൈബ് സ്ഥലം. അവിടുത്തെ ഓരോ ഏരിയയും അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മളിന്ന് താമസിക്കാൻ പോണത് ഇതാണ് നമ്മുടെ സ്ഥലം. ഇതിൻ്റെ പേര് അവെഞ്ചറ ഫാൻ ഹില്ല്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാം, ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഊട്ടി ടൗണിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലമാണിത്. നിങ്ങൾക്കൊരു 3 ടൈപ്പ് സ്റ്റേ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റൂം കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതിനെ ഹോബിറ്റ് ഹോൾസ് എന്നാണ് പറയാം കേട്ടോ. പ്രാചീന കാലത്ത് തെക്കേ അമേരിക്കയിലുള്ള കുറച്ച് ഗോത്രവർഗ്ഗക്കാർ താമസിച്ചിരുന്ന വീടിനെയാണ് ഈ ഹോബിറ്റ് ഹോൾസ് എന്ന് പറയുക. ഏകദേശം ആ ഒരു മാതൃകയിലാണ് അവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നല്ല രസമുണ്ട്. ഇവിടെ അവരൊരു റൂൾ എന്താ വെച്ചാൽ ഒരു റൂമിൽ 2 പേരൊരു സമ്മതിക്കുള്ളൂ. അപ്പോൾ മൂന്നാമത് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു റൂം എടുത്തിരിക്കണം. അത് അവിടെ കിടക്കണ്ടേ അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് റൂം എടുക്കണം. അതാണ് ഇവരുടെ റൂള്. അത് മാത്രം എനിക്ക് അങ്ങോട്ട് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ 5 പേരായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ 2 ഹോബിറ്റ് ഹോൾ എടുത്തു. സെപ്പറേറ്റ് സാധാ ഒരു ടെൻ്റ് എടുത്തു. റേറ്റ് കുറവുണ്ട്. സാധാ ടെൻ്റ് എടുത്ത് ബാഗും സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ കിടന്നപ്പോൾ ഒരു ഹോബിറ്റ് ഹോൾ 3 പേരും ഒരെണ്ണത്തിൽ 2 പേരായിട്ട് ഞങ്ങൾ കിടന്നു. അപ്പോൾ അത് നിങ്ങളും ശ്രദ്ധിച്ചോളൂ ഇങ്ങോട്ട് വരുമ്പോൾ. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര പെർഫെക്റ്റ് അല്ല. പക്ഷേ ഈ ലൊക്കേഷനും ആംബിയൻസും ക്ലൈമറ്റും ഒക്കെ അടിപൊളിയാണ്. എല്ലാ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ നമുക്കൊരു ടേബിളും ചെയറും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല്ല ചായ കുടിച്ചിരിക്കാനൊക്കെ നേരെ വർത്താനം പറഞ്ഞിരിക്കാം. പക്ഷേ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നല്ല തണവാ, അടിപൊളി തണവാ. നമുക്ക് ജാക്കറ്റ് ഇട്ടാലും നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നല്ല പൂക്കളും നല്ല പച്ചപ്പും ഒരു രക്ഷയില്ല. ഫോട്ടോ എടുക്കാൻ വരുന്നവർക്ക് ശരിക്കും ഫോട്ടോ എടുത്ത് മരിക്കാം. ഈ കാണുന്ന സെറ്റപ്പാണ് നമ്മുടെ താമസിക്കാനുള്ള വേറെ സംഭവം. ഇതിനെ ടീപ്പീസ് എന്ന് പറയാം. കോൺ ഷേപ്പിലുള്ള ടെൻറ്റുകളെയാണ് ടീപ്പീസ് എന്ന് പറയാം. അടിപൊളിയല്ലേ? പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രം ബാച്ചിലേഴ്സ് ഉണ്ടെന്നുള്ളൂ. ബാക്കി എല്ലാവരും ഫാമിലീസും കപ്പിൾസും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് വരാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല വൃത്തിയും വെടുപ്പുള്ള അടിപൊളി സ്ഥലമാണ്. പിന്നെ ബാത്റൂമുകൾ എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് ബാത്റൂമുകൾ. ആ ബ്ലൂ ബോക്സ് ആ ബ്ലൂ ബോക്സ് കാണുന്നതാണ് ബാത്റൂമുകൾ. ഒക്കെ നല്ല വൃത്തിയും വെടുപ്പുണ്ട്. ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മെയിൻ പ്രശ്നം ചൂടുവെള്ളം കിട്ടാറില്ലേ കുളിക്കാൻ. പക്ഷേ ഇവിടെ ചൂടുവെള്ളം കിട്ടും. എല്ലാ ബാത്റൂമിലും ചൂടുവെള്ളം കിട്ടും. ഇവിടെ തട്ടുകളായിട്ടാണ് റൂമുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ തട്ടിൽ റിസപ്ഷൻ, പിന്നത്തെ ടെൻറ്റ്, സാധാ ടെൻറ്റ്, പിന്നെ ഈ ടീപ്പീസ്, അതിൻ്റെ മേലെ നമ്മുടെ ഹോബിറ്റ് ഹോൾസ്. അപ്പോൾ നടന്ന് കയറി വയ്യാണ്ടാവും. എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം, നിങ്ങൾ ഹോബിറ്റ് ഹോൾസ് എടുക്കണ്ട, നിങ്ങൾ ടീപ്പീസ് എടുത്താൽ മതി. ഹോബിറ്റ് ഹോൾസ് വേറെ പ്രശ്നമൊന്നുമില്ല. മേലേക്ക് നിങ്ങൾ 2 വട്ടം നടക്കുമ്പോഴേക്കും നിങ്ങൾ തവിട് പൊടിയാവും. നിങ്ങൾ നല്ല ബുദ്ധിമുട്ടാണ് നടന്ന് കയറാൻ. അപ്പോൾ കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ടീപ്പീസ് എടുത്താൽ മതി. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയട്ടെ. ഇതിന് നമ്മുടെ ഹോബിറ്റ് ഹോൾസിന് 3500 2 പേർക്ക്, ടീപ്പീസിന് 3000, സാധാ ടെന്നിന് 2500 തോന്നുന്നു. ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും ഒരു 6 മാസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ അന്ന് പ്ലാനിങ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറേ കുറവുകളുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിച്ചോളൂ. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസപ്ഷൻ. അപ്പോൾ രാത്രി ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരിക്കും. നമുക്ക് ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കാം. ഭക്ഷണം മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്യാൻ വരുന്നവർക്ക് ഒരു 2-3 ദിവസം വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ഒന്നും പറയാനില്ല. നൈറ്റൊക്കെ എന്ത് രസമാണെന്ന് പറയും. ഇവിടെ ക്യാമ്പ് ഫയറും ലൈറ്റുകളും ഒക്കെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് കൂടുതലും കപ്പിൾസിനും ഫാമിലീസിനൊക്കെ ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടുന്നു തോന്നുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ഊട്ടിക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് വന്ന് നോക്ക്. പിന്നെ രാത്രി നല്ല തണവാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഒന്നല്ല ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ റൂമിനുള്ളിൽ ഇതാണ് അവസ്ഥ. പിന്നെ നിങ്ങൾക്ക് ഇതെന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.